മനസായമിക്കുന്നു ജാതാതരം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയമക്കളാ ഞങ്ങളെല്ലാവരും. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയമക്കളാ ഞങ്ങളെല്ലാവരും. തോളുവാൻ വരം നൽകേണമേ. ചൈതന്യമേ, നിത്യ ചൈതന്യമേ, കൈകൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മനജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായമിക്കുന്നു ജാതാതരം. ചൈതന്യമേ, നിത്യ ചൈതന്യമേ. ഉചിതമല്ല, പക്ഷെ നമ്മുടെ ഒരു ഒത്തുചേരൽ അനിവാര്യമായതുകൊണ്ടാണ് ഒരു ഓണാഘോഷ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അസോസിയേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നേരത്തെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നമ്മുടെ 2-3 അംഗങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം, തങ്കച്ച സാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടുള്ളതാണ്. പിന്നെ ആനി ടീച്ചറുണ്ട്. അതുപോലെ കൃഷ്ണൻകുട്ടി ചേട്ടനുണ്ട്. അവരുടെ എല്ലാം ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഒരു നിമിഷം അവരെയൊക്കെ ഓർക്കുന്നതിനായിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഒരു മോർണിംഗ് എല്ലാവരും ദയവ് ചെയ്ത് 1 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ഈ കേരള അസോസിയേഷൻ എന്നുള്ള ഈ പ്രസ്ഥാനത്തെ നമ്മൾ കെട്ടിപ്പടുത്തത് അന്ന് ശ്രീ ബെഞ്ചമിൻ സാർ ഞാൻ പരിചയപ്പെടുകയും അദ്ദേഹം എന്നോട് വളരെ സീരിയസ് ആയി പറയും, ഫിലിപ്പ് സാർ തീർച്ചയായിട്ടും നിസാമാബാദിൽ ഒരുപാട് മലയാളികളൊന്നും കേട്ടിട്ടുണ്ടല്ലോ, പണ്ടെങ്ങോ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നാമാവശേഷമായി പോയി. അതുകൊണ്ട് ഫിലിപ്പ് സാർ ഒരു പണി ചെയ്യണം, അവിടെയുള്ള എല്ലാ മലയാളികളെയും കൂടെ കൂട്ടി ഒരു അസോസിയേഷൻ സ്ഥാപിക്കണം. ഈ ആശയം സാർ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ നല്ല കാര്യമായി തോന്നി. കാരണം ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അസോസിയേഷൻ ഇല്ലാതിരുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും വന്ന് എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിന്നിരുന്നെങ്കിൽ തോന്നിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ലൈഫിലൊന്നും ആരും എന്നെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ആരും എന്റെ കൂടെ നിൽക്കാനോ ഇല്ലായിരുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അസോസിയേഷൻ ഉണ്ടാക്കണം എന്നുള്ള ഈ ആലോചന ഞാൻ തുടങ്ങുകയും ശ്രീ വർഗീസ് സാറിനെ ഞാൻ അതിന് വേണ്ടിയിട്ട് കാണുകയും ചെയ്തത്. പിന്നെ സംഭവിച്ചത് ചരിത്രമാണ്. വന്ദേമാതരം സ്കൂളിൽ ഞങ്ങൾ പോവുകയും സാറിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവിധ സപ്പോർട്ടുകളും തന്ന മാത്യു സാറ് അതിനുള്ള പ്രോത്സാഹനം തരികയും അന്ന് ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ അബ്രഹാം സാറും ഒക്കെ വന്ന് ഇനോഗ്രേഷൻ പരിപാടിക്ക് വരികയും ഒരുപാട് അന്നോടുള്ള ഒരു നല്ല ഒരു കടപ്പാടും ഒരു സ്നേഹവും നന്ദിയും എന്നും എനിക്ക് CTRMയോടുണ്ട്. കാരണം കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് ഞാൻ കുറെ 4-5 വർഷങ്ങളായിട്ട് അധികം ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ ഇനിയുള്ള സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ എത്ര ഫാമിലികൾ ഉണ്ട് എന്നുള്ളതല്ല, കാരണം അത് 10, 15, 20 ആയിക്കൊള്ളട്ടെ, അസോസിയേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു സംരംഭമാണ്. കാരണം പറയാം, ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഭവന സന്ദർശനം നടത്തുകയുണ്ടായി. ഈ ഭവന സന്ദർശനം നടത്തിയപ്പോ ചില വീടുകളിൽ നമുക്ക് കരയുന്ന കണ്ണുകളോട് കൂടിയിട്ട് അവർ പറയുന്നു, എന്റെ അച്ഛൻ മരിച്ചപ്പോ വരാൻ ആരും ഉണ്ടായില്ല. അതൊക്കെ വളരെ വിഷമം പിടിച്ച കാര്യങ്ങളാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു അസോസിയേഷൻ ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ തെറ്റാണത്. അതുപോലെ ഒറ്റപ്പെടുന്ന ഒരു മലയാളിയും, നിസാമാബാദിൽ കഴിയുന്ന ഒരു മലയാളിയും ഒറ്റപ്പെട്ടു പോകരുത്. എല്ലാവരും ചേർത്ത് നിർത്തണം. നിസ്സാരമല്ലേ, വയനാട്ടിലെ ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ഒരു സിംഗിൾ റിക്വസ്റ്റിന്റെ മേലിൽ ഓൾമോസ്റ്റ് ഒരു 20,000 രൂപ എടുത്ത് 19,500 രൂപ നമ്മൾ കളക്ട് ചെയ്യാൻ സാധിച്ചു. ഇനിയും നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ഏത് അസോസിയേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടാണ്. മോറൽ സപ്പോർട്ട് വശത്തിരിക്കട്ടെ, സാമ്പത്തികമായ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു അസോസിയേഷൻ നിലനിൽപ്പുണ്ടാവില്ല. നമ്മൾ ഒരുപക്ഷെ 1,500 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോർമൽ ഫിഗർ വെച്ചിട്ടുണ്ട് ഇയർലി.
ഈ എമൗണ്ട് കൊണ്ട് നമുക്ക് എന്നോട് പോയപ്പോൾ ഒരു മാഡം പറയുന്നുണ്ട്, ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ഒരു ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയുന്നു, നമുക്കൊരു ഒരു ഒരു എമർജൻസി ഫണ്ട് വേണം. എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ, വർഗീസ് സാർ പറയുകയുണ്ടായി, നോർത്ത് തെലങ്കാനയിൽ അവിടെ ജഗത്തിയാൽ എന്നുള്ളൊരു മാഡത്തിന് പെട്ടെന്ന് ഓൾമോസ്റ്റ് 35,000 എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ആ മാഡത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ലേ. ആർക്കാണ് എപ്പോഴാണ് ഏത് അത്യാഹിതമാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടെന്ന് പറയുന്ന ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആർക്കും ഏത് സമയത്തും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, എങ്കിൽ കൂടി ഉണ്ടായാൽ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു ആരെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ മലയാളികളുടെയും ഉദാരമായ സംഭാവനകൾ അതിനകത്ത് ഞാൻ വേണ്ടിവരും. ഇത് പൈസ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല രീതികളിലും പല ക്രിയേറ്റീവ് മെത്തേഡിലൂടെ നമുക്ക് ഫണ്ടിന് വേണ്ടി ഞങ്ങൾ ചിട്ടിയൊക്കെ തുടങ്ങുന്നത് അത് മനുഷ്യരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതേസമയം തന്നെ ഫണ്ട് ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ മലയാളി സുഹൃത്തുക്കളോടും സഹോദരി സഹോദരന്മാരും റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തീർച്ചയായിട്ടും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. അത് ഓണത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ആഘോഷത്തിനു വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല. എമർജൻസി ഫണ്ട് വെച്ചാൽ മെഡിക്കൽ ഫണ്ടാണത്. ആർക്കും ഒരു അത്യാസന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇതിന്റെ ഭാരവാഹികളോട് അപേക്ഷിക്കുകയാണ്, ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യങ്ങൾ ഹൈദരാബാദിൽ നിന്നുള്ള നോർക്കയ്ക്കോ അല്ലെങ്കിൽ ആ CTRO എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഇപ്പോഴും ഇല്ല. എന്തെല്ലാം ഞങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ടോ CTROയ്ക്ക് 100% ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. മലയാളം മിഷൻ സപ്പോർട്ട് ചെയ്യുന്നു. പ്രോപ്പർ ഗൈഡൻസിലൂടെ ഞങ്ങൾ മുമ്പോട്ട് നടത്താൻ സഹായിക്കണം. സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ. എല്ലാവരും പരസ്പരം സഹായിക്കുക, പരസ്പരം ചിരിക്കുക, പരസ്പരം സ്നേഹങ്ങൾ കൈമാറുക. എങ്കിലേ നമുക്ക് മലയാളി എന്ന് പറയുന്ന വാക്കിൽ അർത്ഥമുള്ളൂ. നമ്മൾ തനിച്ച് കുറെ പണം ഉണ്ടാകാം, കുറെ സമ്പത്തുണ്ടാകാം, കുറച്ച് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകും. പക്ഷെ എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്ക് ആരുടെ സപ്പോർട്ട് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചുകൊണ്ട് തന്നെ ഒരു നേരത്തെ ഒരു പാൽ പാക്കറ്റ് പൈസ ഒരുപാട് കൊറോണ സമയത്ത് അതിന് മുമ്പ് തന്നെ നോട്ട്സിന്റെ ഡിമോളിഷ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മോർ ദാൻ മണി നമുക്ക് പരസ്പരം അറിഞ്ഞ് സഹായിക്കുക. എനിക്ക് ഈ നിമിഷത്തിൽ ഓർക്കേണ്ട ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. പ്രത്യേകിച്ചും ഞാനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന എൻ്റെ തങ്കച്ചൻ സാറ്. എൻ്റെ ഈ അസോസിയേഷൻ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ജെബിയും തങ്കച്ചൻ സാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ തങ്കച്ചൻ സാറിൻ്റെ ഒരു മിസ്സിങ് അത് ചെറിയ സംഭവമല്ല. അതുപോലെ തന്നെ ആനി മാഡം, ഞങ്ങൾ കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ തൊട്ടുള്ള റിലേഷൻഷിപ്പ് അനിമാടും എല്ലാവരുമായിട്ടുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പാണ്. ഇത് ഒരു നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ബന്ധങ്ങളെ കരുത്ത് ആർജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം വരിക, എല്ലാ അസോസിയേഷൻ മീറ്റിങ്ങുകളും എല്ലാവരും സംബന്ധിക്കുക. എവിടെയെങ്കിലും മലയാളികൾ ആരെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, ഒരു മലയാളി ഞാൻ പറഞ്ഞ പോലെ ഒറ്റപ്പെടാൻ പാടില്ല. എല്ലാവരെയും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. നമ്മളാൽ കഴിയുന്ന സഹായം, സാമ്പത്തികമായും അല്ലാതെയുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികൾക്കും അതുപോലെ വന്നിട്ടുള്ള എല്ലാ അതിഥികൾക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ നോർത്ത് തെലങ്കാനയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവരോടും ഞാൻ സന്തോഷിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. എൻ്റെ പ്രസംഗം നീണ്ടുപോയെങ്കിൽ എന്നെ ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദി. എല്ലാവരും ഓണം നന്നായിട്ട് അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. പിന്നെ ഒരു കാര്യം, ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ അതായത് കേരള അസോസിയേഷൻ നാടകമുള്ളത്. ആ നാടകം ആരും ദയവ് ചെയ്ത് മിസ്സാക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെയാണ് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള ടീംസിൻ്റെ നാടകം. അത് രാവിലത്തെ സെഷനിലാണ്, അവർക്ക് പോകേണ്ടതാണ് തിരിച്ച്. അതുകൊണ്ട് 2 നാടകങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീഷ്മയുടെ ക്ലാസിക്കൽ ഡാൻസ്, ഒരുപാട് നല്ല നല്ല പരിപാടികളുണ്ട്. സോ പ്ലീസ് വെയിറ്റ് ടിൽ 4 o'clock. ഈവൻ 4 o'clock വരെ എല്ലാവരും ഉണ്ടായിരിക്കണം. എല്ലാവരും സഹകരിക്കുക. എൻജോയ് ദ ഡേ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. മാത്യു സാർ, ഫിലിപ്പ് സാർ ആൻഡ് എല്ലാ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്കും കേരള അസോസിയേഷൻ്റെ പേരിൽ നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേരള അസോസിയേഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു സമ്മറിയാണ്. കാരണം ഇതൊരു ഓണാഘോഷ പരിപാടി ആണ്. നീളുന്ന കണക്കുകൾക്കും ചർച്ചകൾക്കുമൊന്നും ഇവിടെ സമയമില്ലെന്ന് എല്ലാവർക്കും അറിയാം. 4th February 2024 കേരള അസോസിയേഷൻ്റെ പുതിയ ബോഡിയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. സത്യത്തിൽ മുറിവേറ്റ് ICUവിൽ ചക്രവായു വലിച്ചു കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ടീം ഏറ്റെടുക്കുമ്പോൾ ഈ അസോസിയേഷൻ്റേത്. ആ അവസ്ഥയിൽ നിന്നും കുത്തഴിഞ്ഞ പുസ്തകത്തെ തുന്നിയെടുക്കുന്ന പോലെ കൂട്ടിച്ചേർത്തെടുത്താണ് നിലവിലെ ഇന്ന് നിങ്ങൾ കാണുന്ന അസോസിയേഷൻ ഞങ്ങൾ ഫോം ചെയ്തത്. താഴെ പറയുന്ന വ്യക്തികളാണ് 2024
2026 കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ, ഞങ്ങൾ സ്ഥാനമേൽക്കുമ്പോൾ നീക്കിയിരിപ്പായി ഉണ്ടായിരുന്നത് 9,820 രൂപ മാത്രമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാർച്ച് 8-ന് ഞങ്ങൾ വിമൻസ് ഡേ സംഘടിപ്പിച്ചു. മിക്കവാറും എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ ആദരിച്ചു. എല്ലാ സ്ത്രീ അംഗങ്ങളും ആദരിക്കുവാനും സമ്മാനങ്ങൾ നൽകുന്നതിനുമായി ഞങ്ങൾ ആ സന്ദർഭം നല്ലപോലെ യൂസ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പറയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഏതാണ്ട് 2 ചിട്ടികൾ തുടങ്ങുവാനും മൂന്നാമത്തേതിന് വേണ്ടി അടുത്ത ഗ്രൂപ്പ് തുടങ്ങുവാനുമായി സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഭവന സന്ദർശനങ്ങൾ നടത്തി നിസാമാബാദിലെ ഓരോ ഭവനങ്ങളിലെയും ചേർത്ത് നിർത്തുവാൻ സാധിച്ചതിൽ അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അന്തരിച്ച അസോസിയേഷൻ്റെ മുൻകാല മെമ്പർമാരെ ഈ സമയത്ത് നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കേണ്ടതാണ്. അന്തരിച്ച തങ്കച്ചൻ സാറിൻ്റെ ഓർമ്മയ്ക്കായി ഒരു അവാർഡ് ഏർപ്പെടുത്താമെന്ന് ആലോചന വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശ്രീ ഡിസംബർ തങ്കച്ചൻ അതിനുവേണ്ടി തുക 5,000 രൂപ അസോസിയേഷനെ ഏൽപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വിതരണം ചെയ്യുന്നതാണ് വയനാട്ടിലെ ജനങ്ങളോടൊപ്പം കേരള അസോസിയേഷൻ ചേരുകയുണ്ടായി. നല്ലവരായ അംഗങ്ങൾ തന്ന തുക സ്വരൂപിച്ച് 19,500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്യുകയുണ്ടായി. അതിൽ സഹകരിച്ച ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓണാഘോഷ നടത്തുവാൻ കുടുംബത്തിന് 1000 രൂപ എന്ന നിരക്കിൽ പിരിക്കുവാൻ തീരുമാനിച്ചു. അതുപോലെ വാർഷിക വരസംഖ്യയായ 1,500 രൂപ പലരും ഇതിനോടൊപ്പം അടച്ചു. അടുത്ത ജനറൽ ബോഡി മീറ്റിങ്ങിൽ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ്. വരാനിരിക്കുന്ന നാളുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വിമൻസ് എംപവർമെൻറ്റ് പ്രോഗ്രാം, മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയ പല കാര്യങ്ങളും നാം ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വരിക. കേരള അസോസിയേഷനിൽ എന്ന കുടുംബത്തിൽ ഭാഗമാകുക. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ സെക്രട്ടറി വർഗീസ്.
ശ്രീ മധു, രക്ഷാധികാരി ശ്രീ മാത്യു സാർ, ഇന്നത്തെ മുഖ്യാതിഥി റെസ്പെക്റ്റഡ് കേണൽ വിഷ്ണു പി നായർ, എന്നോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മലയാളം മിഷന്റെ തെലങ്കാന ചാപ്റ്ററിന്റെ പ്രിയപ്പെട്ട എൻ്റെ സഹഭാരവാഹികൾ, ഹൈദരാബാദ് നാടകശാലയുടെ ആചാര്യനും ഹൈദരാബാദ് നാടകത്തിന്റെ എല്ലാവുമായ ശ്രീ കലാശ്രീ രാമകൃഷ്ണൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫിലിപ്പ് സാർ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2015 തുടങ്ങിയ അസോസിയേഷന്റെ ഉദ്ഘാടനത്തിന് ഞാനും ലിബി സാറും അടങ്ങിയ ഒരു സംഘം ഇവിടെ എത്തിയിരുന്നു. അതിന്റെ ഉദ്ഘാടനം വളരെ സമുചിതമായ രീതിയിൽ നടന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ ആനി ടീച്ചറിന്റെ പേര് പരാമർശിച്ചപ്പോൾ വളരെ വേദനയോടെ ഓർക്കുന്ന ഒരു കാര്യം ടീച്ചറിന്റെ അസാന്നിധ്യമാണ്. ഞങ്ങൾ മലയാളം മിഷന്റെ ഒരു മാതൃകാ ക്ലാസ്സും അധ്യാപക പരിശീലനവും നിസാമാബാദിൽ നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അന്നും ഇതുപോലെ ഞങ്ങളുടെ ഒരു ടീം ഇവിടെ എത്തി. ആ പരിശീലന കളരിയിൽ ആനി ടീച്ചർ വളരെ സജീവമായി പങ്കെടുക്കുകയും ഒരുപാട് സംശയങ്ങളും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തതാണ്. കോവിഡിന്റെ ആ കെട്ടകാലമാണ് ടീച്ചറെ നമ്മളിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയത്. അതിന്നും വളരെ വേദനിക്കുന്ന ഒരു കാര്യമായി നമ്മുടെ മനസ്സിൽ നിസാമാബാദിന്റെ കാര്യം ഓർക്കുമ്പോഴൊക്കെയും ഞങ്ങളൊക്കെയും എപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ തെലങ്കാനയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതോടൊപ്പം തെലങ്കാനയിലെ മറ്റു ഭാഗങ്ങളോടൊപ്പം നിസാമാബാദിനെ ചേർത്ത് നിർത്താൻ ആനി ടീച്ചർ ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. നമ്മുടെ ഫിലിപ്പ് സാറുടെ അധ്യക്ഷ പ്രസംഗത്തിൽ 2-3 കാര്യങ്ങളിലൂടെ സൂചിപ്പിച്ചിരുന്നു. സംഘടനകളുടെ പ്രവർത്തനത്തിൽ അതിന്റെ നിമ്നോന്നതികൾ, ചില ഉയർത്ത താഴ്ചകളൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ അനുസരിച്ചാണ് അതിന്റെ ഭാവി പ്രവർത്തനങ്ങളും വർത്തമാനകാല പ്രവർത്തനവും. അതിൽ ശ്രദ്ധിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, എന്നെ വളരെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഒരു മലയാളി പോലും ഒറ്റപ്പെട്ടു പോകരുത്. എത്ര മഹത്തായ ഒരു മുദ്രാവാക്യമാണ്, എത്ര മഹത്തായ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന നിസാമാബാദ് കേരള അസോസിയേഷന് യാതൊരു കുറവും ഉണ്ടാവില്ല. ഇവിടുത്തെ എല്ലാ മലയാളികളും നിങ്ങളോട് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട കാര്യം. ഒരു രാത്രി ഉറങ്ങാൻ കിടന്നു, നേരം പുലർച്ചെ എഴുന്നേറ്റ് തന്റെ നിത്യജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണമെന്ന് രാത്രി ഉറങ്ങിയ ഒരുപറ്റം ആളുകൾ നേരം പുലർന്നപ്പോൾ അവരിൽ പലരും ഇല്ലാതായി. അവരുടെ വീടും വസ്തുവകകളും, അങ്ങനെ ഒരു വിഭാഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ അവശേഷിപ്പുകൾ പോലും ഇല്ലാതെ തുടച്ചു നീക്കപ്പെട്ട വലിയൊരു സംഭവമായിരുന്നു വയനാട്ടിലെ ദുരന്തം. കേരളത്തിലെ ജനത, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉണർന്ന് പ്രവർത്തിച്ചു. അവരോടൊപ്പം ചേർന്ന് നിന്ന് ആ പ്രവർത്തനത്തിൽ നിസാമാബാദിലെ കേരള അസോസിയേഷനും പങ്കുചേർന്നു. അതിന്റെ തുക എത്രയോ ആയിക്കൊള്ളട്ടെ, നിങ്ങളും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൽ പങ്കാളിയായി എന്നുള്ളതിൽ നിങ്ങളെ ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. കോൺഫെഡറേഷൻ ഓഫ് തെലുങ്ക് റീജിയൻ മലയാളി അസോസിയേഷനും മലയാളം മിഷനും വേണ്ടി നിസാമാബാദ് കേരള അസോസിയേഷനെ ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ച വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് കേരള സർക്കാരിന്റെയും CTRMയുടെയും ഒക്കെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കാളികളാകാം, അതിന്റെ പ്രയോജനങ്ങൾ എങ്ങനെ നേടാം എന്നതിനെ പറ്റി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് NRK ഇൻഷുറൻസ് കാർഡ്. കേരളത്തിന്റെ പ്രവാസി ക്ഷേമ വകുപ്പ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഇൻഷുറൻസ് കാർഡാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ഓഫീസ് CTRMയുടെ ഓഫീസിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. CTRMയുടെ സെക്രട്ടറി സാബു സാറാണ് എന്റെ മുഖ്യ ചുമതലക്കാരൻ. വർഷങ്ങളായി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊരു ഇൻഷുറൻസ് കാർഡാണ്. അതോടൊപ്പം ഒരു ID കാർഡും. ഇവിടെ താമസിക്കുന്ന പല ആളുകളും കേരളം വിട്ട് ഇവിടെ സ്ഥിരതാമസമാക്കിയവരായിരിക്കാം. പക്ഷെ ഒരു കാലത്ത് കേരളത്തിൽ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾക്ക് കാര്യമായി ബന്ധുക്കളോ ഇല്ല, പല തലമുറകൾ ഇവിടെ കഴിഞ്ഞു, അവിടെ ഭൂമിയില്ല, ഒന്നുമില്ല. എങ്കിലും തിരിച്ചു ചെല്ലുമ്പോൾ ഒരു കാലത്ത് ഞാനും ഈ മണ്ണിന്റെ അവകാശിയായിരുന്നു എന്നുള്ളതിന്റെ സർക്കാരിന്റെ ഒരു ഉറപ്പ് കൂടിയാണ് ആ NRK ഇൻഷുറൻസ് കാർഡ്.
ആ ID കാർഡ് ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും അത് സ്വീകാര്യമാണ്. മറ്റ് അത്ഭുതങ്ങൾക്കൊന്നുമല്ല. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു ഓതന്റിസിറ്റി ഉണ്ട്. നിങ്ങൾ അന്യരല്ല. ഒരു കാലത്ത് ഈ മണ്ണിന് ഞാനും അവകാശിയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. കേരളം വിട്ട് പുറത്ത് താമസിക്കുന്ന 6 മാസം കഴിഞ്ഞ ഏതൊരു പ്രവാസിക്കും എടുക്കാവുന്ന ഒരു കാർഡാണത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ID കാർഡിനൊപ്പം നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ, ഒരു മരണം സംഭവിച്ചാൽ, അപകടം സംഭവിച്ചാൽ അതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷയും അതിനകത്തുണ്ട്. CTRMA ഇടപെട്ട് അത്തരം സഹായം നേടിക്കൊടുത്ത നിർഭാഗ്യകരമായ 2 കേസുകൾ ഹൈദരാബാദിൽ തന്നെ ഉണ്ടായി. ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം ഇതുപോലെ മഴയുള്ള ഒരു സമയത്ത് ട്യൂഷന് പോയ തൻ്റെ കുട്ടിയെ വിളിക്കാൻ വേണ്ടി ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ട്രാൻസ്ഫോമറിനെ മറികടന്ന് പോകണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട അതിലുടക്കി അദ്ദേഹം ഇലക്ട്രോക്യൂട്ടഡായി തൽക്ഷണം പ്രതിയടഞ്ഞു. കുടുംബത്തിന് സഹായിക്കാൻ കാര്യമായ താങ്ങോ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഭാഗ്യവശാൽ അദ്ദേഹം ഒരു NRK ഇൻഷുറൻസ് കാർഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. CTRMA ആ കാർഡ് പ്രോസസ്സ് ചെയ്തു. അതിൻ്റെ നിശ്ചിത തുകയായ ആ തുക അദ്ദേഹത്തിന് കേരള സർക്കാരിൽ നിന്നും ആ ഇൻഷുറൻസ് ചെയ്ത തുക കിട്ടി. അതുപോലെ സ്കൂട്ടർ ആക്സിഡന്റിൽ മരണപ്പെട്ട മറ്റൊരു കേസ്. ഈ 2 കേസുകൾ മാത്രമേ ഹൈദരാബാദിൽ നമുക്ക് നേരിട്ട് ഇടപെടേണ്ടതായി വന്നിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ അതൊരു പരിരക്ഷയാണ്. അതുപോലെ ഈ കാർഡ് ഉടമകൾക്ക് തൻ്റെ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അവർക്ക് വേണ്ട വ്യവസായങ്ങളോ എന്തെങ്കിലും ബിസിനസ്സോ തുടങ്ങുന്നതിന് ആവശ്യമായ ലോണിൻ്റെ പരിരക്ഷ, അങ്ങനത്തെ നിരവധി കാര്യങ്ങൾ ഇതിലൂടെ ലഭിക്കാവുന്നതാണ്. നിർഭാഗ്യകരമായ ഒരു മരണം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ ആളിൻ്റെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനോ അവിടെ എത്തിച്ചതിന് ശേഷം എയർപോർട്ടിലാണ് എത്തുന്നതെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സഹായം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റൊരു കേരള സർക്കാരിൻ്റെ സംരംഭമാണ് പ്രവാസി പെൻഷൻ പദ്ധതി. അത് കേരള നിയമസഭ പാസാക്കിയ ഒരു വ്യവസ്ഥാപിത നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ക്ഷേമനിധിയാണ്. 60 വയസ്സിന് മുമ്പ് 5 വർഷം തുടർച്ചയായി ഒരു മാസം 200 രൂപ വീതം പ്രവാസി ക്ഷേമനിധിയിലേക്ക് നമ്മൾ അടച്ചാൽ 5 വർഷം പൂർത്തിയായി അത് മുടങ്ങാതെ അടച്ച ആളുകൾക്ക് അവർ 60 വയസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രതിമാസം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 5000 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണത്. അതിലും ആരുടെയും സഹായം കൂടാതെ നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈനായിട്ട് ചേരാവുന്നതാണ്. ഇനി അതിനെന്തെങ്കിലും സഹായം ആവശ്യമാണ് എങ്കിൽ CTRMAയുമായി ഈ സംഘടനാ ഭാരവാഹികൾ ബന്ധപ്പെട്ടാൽ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ സംഘടന രൂപീകരിച്ച കാലം തൊട്ട് തന്നെ CTRMAയുടെ ഒരു അംഗസംഘടനയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഫിലിപ്പ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CTRMAയുടെ മുൻകൈയിൽ തന്നെയാണ് ഈ സംഘടന ഇവിടെ രൂപപ്പെട്ടു വന്നതും. അതുകൊണ്ട് ഈ സംഘടനയോട് വേണ്ട എല്ലാ നിലപാടുകളോടും ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും CTRMAയ്ക്കുണ്ട്. ആ ഉത്തരവാദിത്വം CTRMA നിർവഹിക്കുക തന്നെ ചെയ്യും. അത് ഇവിടുത്തെ എല്ലാ മലയാളികളുടെ മുമ്പിൽ ഞങ്ങൾ വീണ്ടും ഉറപ്പ് നൽകുകയാണ്. ഇനി മലയാളം മിഷന്റെ കാര്യം. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളൊക്കെ മലയാളം മിഷന്റെ കേന്ദ്ര തെലങ്കാന ചാപ്റ്ററിന്റെ ഭാരവാഹികളും മറ്റു പ്രവർത്തകരുമൊക്കെയാണ്. നിരവധി വർഷങ്ങളായിട്ട് ഏതാണ്ട് 1.5 പതിറ്റാണ്ടിലേറെ കാലമായി ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി മലയാളം മിഷന്റെ പ്രവർത്തനമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയും മലയാളം മിഷന്റെ 1-2 ക്ലാസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിവെച്ചു. നോർത്ത് തെലങ്കാനയിൽ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള നോർത്ത് തെലങ്കാനയിൽ ഖാനാപൂർ എന്നൊരു മേഖലയുണ്ട്. ആ മേഖല വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ വളരെ കൃതഹസ്തരായ അധ്യാപകരുണ്ട്, പഠിതാക്കളുണ്ട്. അവരുടെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അതോടൊപ്പം ഏത് സമയത്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും തെലങ്കാന ചാപ്റ്ററിന്റെ ഭാഗമായി ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട ഏത് സഹായവും ചെയ്തു തരുന്നതിന് ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇതിന് പഠിക്കാൻ ആവശ്യമായ കുട്ടികളെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് ഈ അക്ഷരം പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുള്ള ഒരു അധ്യാപികയെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അധ്യാപകനേക്കാൾ ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് അധ്യാപികയ്ക്കാണ്. കാരണം ഇതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഈ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിൽ അവർ കാണിക്കുന്ന അത്ര താല്പര്യം, അത്ര എന്താ പറയുക, അത്യാവശ്യത്തോടു കൂടി മുന്നോട്ട് വരുന്ന മറ്റൊരു വിഭാഗം ആൾക്കാരില്ല. ഇന്ന് തെലങ്കാനയിലുടനീളം ഏതാണ്ട് 400ഓളം പരിശീലനം നേടിയ അധ്യാപികമാർ മലയാളം മിഷനുണ്ട്. 1 പൈസ പോലും
പ്രതിഫലം ആഗ്രഹിക്കാതെ തൻ്റെ വീടിനടുത്തുള്ള കുട്ടികളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെ അവർക്ക് മലയാള അക്ഷരങ്ങളും അതുപോലെ മലയാള ഭാഷയിലേക്കും കൈപിടിച്ചുയർത്താനുള്ള നിശബ്ദമായ സേവനം. അവരൊരിടത്തും വന്ന് ഒന്നും ആവശ്യപ്പെടാറില്ല. ഞങ്ങൾക്ക് ഇന്നത് വേണം, ഞങ്ങൾ ഇങ്ങനത്തെ അധ്യാപകരാണ് അതുകൊണ്ട് വേണം, അങ്ങനെയൊന്നും ആവശ്യപ്പെടാറില്ല. കാരണം അത്രയ്ക്ക് പാകത വന്ന ആളുകളാണ് മലയാളം മിഷന്റെ അധ്യാപകർ എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാനായിട്ട് പറ്റും. ആ ശ്രേണിയിലേക്ക് ഉയർന്നു വരാനുള്ള 1-2 ആളുകളെ ഇവിടെ തന്നാൽ അവർക്ക് വേണ്ട പരിശീലനമൊക്കെ നൽകി ഇവിടെ മലയാളം മിഷന്റെ ക്ലാസ്സുകൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് സാധിക്കും. ഇവിടെ അസോസിയേഷന്റെ കാര്യത്തെപ്പറ്റി നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞു. ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ആളുകളെ നമ്മളെ യോജിപ്പിക്കുന്ന ഏക കണ്ണി ഏതാണ്? അത് നമ്മുടെ ഭാഷയാണ്. നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇന്നിവിടെ ഒന്നിച്ചു ചേർത്ത് ഈ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്ന നമ്മളെ യോജിപ്പിക്കുന്ന ഏക കണ്ണി നമ്മുടെ ഭാഷയാണ്. ആ ഭാഷയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം. ആ സംസ്കാരത്തിലൂടെയാണ് നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണം, ഇതെല്ലാം ചേരുന്നതാണ് സംസ്കാരം. ഭാഷ, ഭക്ഷണ രീതി, വേഷധാരണ രീതി എല്ലാം കൂടി ചേരുന്നതാണ് സംസ്കാരം. ആ സംസ്കാരത്തിന്റെ കാതലായ ഭാഗമാണ് ഭാഷ. ആ സംസ്കാരത്തെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ ഭാഷയെ ഇല്ലാതാക്കുകയാണ്. ലോകത്ത് അങ്ങനെ ഇല്ലാതായ നിരവധി ഭാഷകളുണ്ട്. മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ട ഭാഷകളുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിനാകെ ഒരിക്കലും വരില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നിരവധി ആളുകൾ ലോകത്തിനെമ്പാടും, ഇന്ന് ലോകത്ത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ലോകത്തിന് വെളിയിൽ ഏതാണ്ട് 56 രാജ്യങ്ങളിൽ നിന്ന് മലയാളം മിഷന്റെ ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു കാലത്ത് കേരളം വിട്ട് പുറത്തു വന്ന ആളുകൾ താൻ മലയാളിയാണ് എന്നുള്ള തന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. താൻ മലയാളിയാണെന്ന് അവരോട് പറയില്ല. പക്ഷെ അതിന്റെ അടുത്ത തലമുറ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തായിരുന്നു. സത്യാനന്തര കാലത്ത് ആളുകൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട സത്യമാണ് തങ്ങളുടെ വേരുകൾ നമ്മൾ നഷ്ടപ്പെടുന്നു. നമ്മുടെ വേരുകൾ എവിടെയാണ്? നമ്മുടെ മലയാളത്തിലാണ്. അത് എങ്ങനെയായെന്നാലും പതുക്കെ ഉയർന്നു വരും. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള ആളുകൾ. അതല്ലാതെ കേരള സർക്കാരിന്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമല്ല. സർക്കാർ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ അത് ഏറ്റെടുക്കാൻ ജനങ്ങളില്ല എങ്കിൽ എങ്ങനെ അത് വിജയിക്കും? അത് ഏറ്റെടുത്ത് നടത്തുവാനായി ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ നിസാമാബാദിലെ ആളുകളും ഇവിടെ മികച്ച ഒരു നർത്തകിയായ നമ്മുടെ ഗ്രീഷ്മ നർത്തന വേഷത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ 2-3 പരിശീലന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തയാളാണ്. മലയാളം മിഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നൽകാൻ ശേഷിയുള്ള ആളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഇനിയെങ്കിലും ഗ്രീഷ്മ ടീച്ചർ മുന്നോട്ട് വന്ന് ഈ നിസാമാബാദിന്റെ മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഈ അസോസിയേഷനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മൾ ഗ്രീഷ്മ ടീച്ചറിനെ ഇതിന്റെ ചുമതല അങ്ങ് ഏൽപ്പിച്ചിട്ട് ഇതോടെ മലയാളം മിഷന്റെ പരിപാടികളെല്ലാം ആയി എന്ന് വർഗീസ് സാറ് മോഹിക്കണ്ട. നിങ്ങളുടെ റോൾ അതിന്റെ പിന്നിലുണ്ട്. ടീച്ചറും ടീച്ചറുടെ കൂടെയുള്ള കുറെ അധ്യാപകരും ഒക്കെ ചേർന്ന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ നിങ്ങളുടെ എല്ലാവിധ ധാർമ്മിക പിന്തുണയും അതിനുണ്ടാവണം. ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടുപോകുന്നതിനായിട്ടുള്ള സ്ഥലം അതൊരു പക്ഷേ വീടുകളിൽ നടത്തും. എന്നാൽ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ? വല്ലപ്പോഴും ഒക്കെ അവിടെ ചെന്ന കുട്ടികളെ ഒന്ന് കാണുക. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു മക്കളെ എന്ന് അവരോട് ചോദിക്കുക. അവർ പഠിച്ച കാര്യങ്ങളൊന്ന് പ്രകടിപ്പിക്കാൻ പറയുക. ഒരു ചെറിയ സമ്മാനം ആ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മതി. അല്ലാതെ വലിയ വൻപൻ പരിപാടി, വലിയ പിരിവൊന്നും എടുത്തൊന്നും നടത്തേണ്ട ഒരു കാര്യമില്ല മലയാള മിഷൻ. ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരാണ്. ചെറിയ വളരെ ലളിതമായ പ്രവർത്തനങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള മികച്ച സന്ദേശമാണ് മലയാളം മിഷൻ. അങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് മലയാളം മിഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതോടൊപ്പം ഇന്നിവിടെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ഒരു കലാപ്രവർത്തനമാണ് ഹൈദരാബാദ് നാടകശാലയുടേത്. നാടകശാലയുടെ മുരുകയിൽ അണിയിച്ചൊരുക്കിയ ചിലമ്പ് എന്ന് പറഞ്ഞ നാടകം ഇവിടെ അരങ്ങേറുന്നുണ്ട്. ആ നാടകവും നിങ്ങൾ കാണണം. ഈ വേദിയിൽ മലയാളം മിഷന്റെ നിരവധി ആളുകൾ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. ഞാനിപ്പം ഇങ്ങനെ ഇവിടെ അധിക പ്രസംഗം നടത്തിയ പോലെ അവരെല്ലാവരും കൂടെ ചേർന്ന് അധിക പ്രസംഗം നടത്തിയാലത്തെ സ്ഥിതിയെപ്പറ്റി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ട്. അവരാരും അധികമായിട്ടൊന്നും പ്രസംഗിക്കത്തില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് പറയാനുള്ള കാര്യം ഒരു പാട്ടിലൂടെ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇവിടെ ചെയ്യുകയാണ്. എല്ലാ മലയാളം മിഷന്റെ പ്രവർത്തകരും നാടകശാലയുടെ പ്രവർത്തകരും അവിടെ
വേദിയിൽ താഴെ അവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും മുന്നോട്ട് വരണം. ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. ഇതിലൂടെ മലയാളം മിഷന്റെ എന്തെങ്കിലും പ്രവർത്തനമോ എന്താണ് ലക്ഷ്യമെന്നോ നിങ്ങൾക്ക് പിടികിട്ടിയാൽ ഞങ്ങൾ കൃതാർത്ഥരായി. നിങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ടും മലയാളം മിഷന്റെയും കോൺഫെഡറേഷൻ ഓഫ് തെലുങ്ക് റീജിയൻ മലയാളി അസോസിയേഷന്റെയും ഹൈദരാബാദ് നാടകശാലയുടെയും ഓണാശംസകൾ നിങ്ങൾക്ക് നേരുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ പരിപാടിയിലൂടെ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ സാർ. അദ്ദേഹം അത്യാവശ്യമായ ഒരു പരിപാടിക്ക് രാജമുദ്രയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എത്താൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേക ആശംസ ഇവിടെ നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചുമതലയും കൂടി ഞാൻ നിർവഹിക്കുന്നു. ലിബി ബെഞ്ചമിൻ സാറിന്റെ ആശംസകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഓണത്തിന് 2 ആഴ്ച മുമ്പ് ഹൈദരാബാദിലെ ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങി. ഇന്നും ഹൈദരാബാദിൽ ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഒക്ടോബർ 2 വരെ ഇത് തുടരും. അതിനുള്ള ലിസ്റ്റുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ഞായറാഴ്ചകളൊന്നും ഒഴിവില്ല. വേദികളിൽ നിന്ന് വേദിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇന്നും 2-3 പരിപാടികൾ ഹൈദരാബാദിലുണ്ട്. പക്ഷെ നിസാമാബാദിൽ നിന്നൊരു ക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതിൽ പങ്കെടുത്തിട്ടേ ഉള്ളൂ. എന്ത് പ്രശ്നങ്ങളെ മാറ്റിവെച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് 15 പേര് നിങ്ങളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ള കരുതലുകൾ മാത്രമാണ്. അതെന്നും തുടരുകയും ചെയ്യും. നന്ദി. പ്ലീസ് എല്ലാവരും വരും. രേണുഭായ്, നിങ്ങൾ പഠിക്കുവിൻ, നിങ്ങൾ പഠിക്കുവിൻ, ആദ്യക്ഷരം മുതൽ മേലോട്ട് ബാലപാഠങ്ങൾ പഠിച്ചോളിൻ. മതിയാവില്ലെങ്കിലും നന്നായി പഠിച്ചോളിൻ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. നാടുകടത്തപ്പെട്ടവരെ തടവിലടക്കപ്പെട്ടവരെ എന്നും അടക്കളക്കുള്ളിൽ കുടുങ്ങി ഒതുങ്ങിയിരിക്കും വീട്ടമ്മമാരെ. വാർദ്ധക്യ പെൻഷൻ വാങ്ങിയിരിക്കും വാദ്യവയോധികരെ. നാടുകടത്തപ്പെട്ടവരെ തടവിലടക്കപ്പെട്ടവരെ എന്നും അടുക്കളക്കുള്ളിൽ കുടുങ്ങി ഒതുങ്ങിയിരിക്കും വീട്ടമ്മമാരെ. വാർദ്ധക്യ പെൻഷൻ വാങ്ങിയിരിക്കും വന്യവയോധികരെ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. പാർപ്പിടമില്ലാത്ത പാവങ്ങളെ മഞ്ഞിൽ കോച്ചിരിപ്പവരെ വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരെ. പാർപ്പിടമില്ലാത്ത പാവങ്ങളെ മഞ്ഞിൽ കോച്ചിരിപ്പവരെ വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരെ. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ. പുത്തനൊരായുധമാണോ നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാവണം ഇപ്പോൾ തന്നെ ആശാശക്തിയായി മാറിയിടാൻ. ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. തന്നെത്താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ. ചോദ്യം ചെയ്യിക്കാൻ ഭയക്കാതിരിക്കുവിൻ, മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. തന്നെത്താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ.
ഓരോ ചെറു ചെറു വസ്തുവിലും വീട്ടിൽ വിരൽ തൊട്ടു ചോദിക്കൂ ഇങ്ങനെ ഇതു കിട്ടി നിങ്ങൾക്ക്. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ടങ്ങു ചോദിക്കൂ എങ്ങനെ ഇതു കിട്ടി നിങ്ങൾക്ക്. ധീരത ഇപ്പോൾ തുടങ്ങും എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആശാശക്തിയായി മാറിയിടാൻ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആശാശക്തിയായി മാറിയിടാൻ. വിശ്വപ്രസിദ്ധനായ ജർമ്മൻ നാടകകാരനും കവിയുമായ ബർത്തോൾഡ് ബ്രെcht എഴുതിയ വരികളാണിത്. ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് പുനലൂർ ബാലൻ എന്നുള്ള കവിയാണ്. ഒരു കാലത്ത് കേരളത്തിലെ തെരുവോരങ്ങളെ അങ്ങോളം ഇങ്ങോളം ത്രസിപ്പിച്ച വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണിത്. ഇത് ഞങ്ങളുടെ ഈ രാഗത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. ഓർഗനൈസ് ചെയ്തതിന് ഇറ്റ്സ് റിയലി അപ്രീഷിയബിൾ. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും ഐ എം റിയലി താങ്ക്ഫുൾ ആൻഡ് വെരി ഓണർഡ്. ഒരുപാട് സമയം എടുക്കില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂത്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാടി കനവ്. കടമ്പിലെ പോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ നേകനായി എന്തിനൻ മുന്നിൽ വന്നു പനി നീർമണം ഒതുങ്ങി മുന്നാടി കനവ്. കണ്ടുവന്ന കിനാവിലെ കുങ്കുമപ്പൂമ്പൊട്ടുകൾ
തൊരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ കളഭമില്ലാതെ മാനസഗീതമില്ലാതെ വന്ന മീനുകളും ഊഞ്ഞാൽ പാട്ടുമില്ലാതെ ഞാൻ വേളയിൽ എന്തിനിന്നും വന്നു നീ പൂത്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാടി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു ഇടവമാസപ്പെരും മഴ പെയ്ത രാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു തെരുവിന്റെ കോണിലാ പീഡികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ചെന്നേക്കുമായി അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ചെന്നേക്കുമായി ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല പാലിലാവില്ല ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല പാലിലാവില്ല ഈ തെരുവിനൊരനാഥനെ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി ഈ തെരുവിനൊരനാഥനെ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം ഇങ്കുലാബിൻ മക്കളാരും അറിഞ്ഞില്ലി ഉദരത്തിലെ രാസമാറ്റം ഇങ്കുലാബിൻ മക്കളാരും അറിഞ്ഞില്ലി ഉദരത്തിലെ രാസമാറ്റം ഉലകത്തിലെവിടെയും തകിടം അറിയുന്ന ഭരണത്തിലല്ലയോ നോട്ടം ഉലകത്തിലെവിടെയും തകിടം അറിയുന്ന ഭരണത്തിലല്ലയോ നോട്ടം
ഭ്രാന്തിതൻ പ്രജ്ഞയിൽ പേവിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു. ഭ്രാന്തിതൻ പ്രജ്ഞയിൽ പേവിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു. മാഞ്ഞില്ല മാനുഷ നീ ചെയ്ത നീതി തൻ തെളിവായി ഭ്രൂണം വളർന്നു. മാഞ്ഞില്ല മാനുഷ നീ ചെയ്ത നീതി തൻ തെളിവായി ഭ്രൂണം വളർന്നു. ഉടുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു. ഉടുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു. അവളറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി ദുഷ്കീർത്തി നേടി. ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു. വിരാതരാം പകൽ മാന്യമാർജാരവർഗം ഈ തെരുവിനൊരനാഥനെ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി. ഈ തെരുവിനൊരനാഥനെ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി. ഒരു ജഡവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്ദിച്ചുകൊണ്ടേയകന്നു. ഒരു ജഡവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ. സന്ധ്യാമേ, കഴിഞ്ഞോ നിന്റെ ഇന്നത്തെ പാട്ടും ഡാൻസും ഒക്കെ? അല്ല, ഇത് എന്നേക്കുന്നുള്ള പ്രോഗ്രാം എന്നാ പറഞ്ഞത്? ഓ, ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ ഇനി അധികം ലേറ്റ് ആവാൻ നിൽക്കണ്ട, പെട്ടെന്ന് റെഡി ആയിക്കോളൂ. ഓക്കെ. ഇത് നല്ല ട്രാഫിക് ഉണ്ടാവും സന്ധ്യാമേ, അമ്പലത്തിൽ ഉത്സവല്ലേ. രാവിലെ തുടങ്ങിയതാണ് അമ്മയും മോളും, എന്നും ഇതാണ് കഥ. ആ പൊന്നുമോൾ, നീ എന്റെ മോളല്ലടി, ആ സൗന്ദര്യം നിനക്ക് കിട്ടാതിരിക്കുവോ? അതെല്ലാം ഞാൻ ഏറ്റു. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്. ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ തന്നെ തിരിച്ചു വരേണ്ടതല്ലേ? പിന്നെ എത്ര കാലം കൂടിയ ദേവട്ട ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത്. അച്ഛനമ്മനും കണ്ടിട്ട് എത്ര നാളായി. ഇന്ന് ഒരു ദിവസം നിന്ന് നാളെ രാവിലെ തന്നെ തിരിച്ചു വരണം. പ്ലീസ് ദേവേട്ട. അതൊന്നും പറ്റത്തില്ല അച്ഛ. അച്ഛനോട് ഒറ്റയ്ക്കല്ലേ, ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ വരും. എന്റെ പൊന്നു മോള്, എടി ഇവൾക്കുള്ള സ്നേഹത്തിന്റെ ഒരംശം സ്നേഹമെങ്കിലും നിനക്ക് എന്നോടുണ്ടോ? ചോദിക്കങ്ങനെ. അച്ഛനും മോളും ഒറ്റക്കെട്ട്, നമുക്ക് സ്നേഹമില്ല പോലും. നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? നല്ല സ്നേഹം ഉണ്ടല്ലോ. എന്തൊക്കെയാണോ എന്റെ അച്ഛനമ്മനെ കാണാൻ നിങ്ങൾ വരാത്ത? എത്ര കാലായി ദേവേട്ട നിങ്ങൾ എന്റെ അച്ഛനമ്മനെ ഒന്ന് കണ്ടിട്ട്. ഓ, ഞാൻ പിണക്കാം. അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നല്ല തമാശ. നോക്ക്, അടുത്ത ആഴ്ച നിന്റെ വല്യച്ഛന്റെ മോളെ കല്യാണമല്ലേ? അതിന് നമ്മളെല്ലാരും കുടുംബസമേതായിട്ട് പോയിരിക്കും. ഉറപ്പ്. അത് ഡബിൾ ഉറപ്പല്ലേ? നീ പെട്ടെന്ന് നോക്ക്. ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എല്ലാ സമയത്തിലും എടുത്ത് കഴിക്കണം. ഞങ്ങൾ പോവാം കേട്ടോ. ആ മാളൂ, ഇന്ന് വൈകുന്നേരം തന്നെ വരും. അച്ഛന് രാവിലത്തേക്കുള്ള ദോശ ഞാൻ ചുട്ടു തരും. അവളൊരു ദോശ ഉണ്ടാക്കല് അടുക്കളയുടെ പടി കാണാൻ കുറുമ്പി പെണ്ണ്. പിന്നെ ഇനി ബസ് കാത്ത് നേരം വരണ്ട, ഓട്ടോക്ക് പോയിക്കോളൂ. ഓക്കെ, നോക്കിപ്പോ മോളെ. ബൈ.
കുറെ കാലമായി ഈ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതാ ശങ്കറ വിളിക്കാം. ഹലോ രാജ, നിങ്ങൾ എവിടെയാടാ? അവര് പോയടാ. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം, നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്ക്. അത് ഞാനേറ്റു. ഹാ നീ ആകെ തടിച്ചു പോയല്ലോ. ഇപ്പോഴാണ് നീ ശരിക്കും ഗൾഫുകാരനായി മാറിയത്. വാ എനിക്ക് ഇതെന്താണത്? ഓ കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ. ആ ശോശാമ്പര വകയായിരിക്കും. വേഗം ഒഴിക്കും. വെള്ളം വേണോ? നിനക്ക് വേണം രാജാ, നിനക്ക് വേണം. എന്നാ പിടിച്ചോളൂ. ഓ രാജ, ജോർജ്, കുറെ കാലമായി നിങ്ങളെ കണ്ടിട്ട്. എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ, വിശേഷമൊക്കെ നിനക്കാണ്. രാജൻ പറഞ്ഞത് സത്യമാണ്. എന്താന്ന് പറയട്ടെ, മാസത്തില് ഇവന് 20 ദിവസം കോളേജിൽ പോയാൽ ദിവസം 1-2 പീരീഡ് ക്ലാസ്സിൽ ചെന്ന് പിള്ളേരുടെ കൂടെ കത്തിവെച്ച അന്നത്തെ ആ ദിവസം കഴിയും. അത് ശരിയാ. രാജ, അതെ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ രണ്ട് പെൺപിള്ളേരെ വായ നോക്കി നടന്നവർക്ക് ഇങ്ങനെ പലതും തോന്നും. എന്താ പഴയ കഥ ഞാൻ പറയണ? നിന്നെ പണ്ട് തേച്ചു പോയില്ലേ ഗൾഫിൽ? എന്നെ കുറിച്ച് ചോദിക്കാറുണ്ടോ? നിന്നെ കുറിച്ച് എന്റെ കണ്ടു മനസ്സിലാക്കിയോള് നിന്നെ കുറിച്ച് ചോദിക്കാൻ. എടാ സഹദേവ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. അത്രേ ഉള്ളൂ. അവള് നിന്നെ എത്ര പിരിഞ്ഞടാ? കണ്ട കണ്ട, അവൻ വിഷയം മാറ്റണണ്ട. ഏടാ ഭയങ്കര. രാജ, എന്തായി നിന്റെ ജപ്തി കാര്യങ്ങള്? ജപ്തി നോട്ടീസ് വന്നെന്നുള്ള കാര്യം ഞാനേ ബാങ്ക് മാനേജറെ കണ്ട് എൻ്റെ കസ്റ്റമറെ ഫിനിഷായിട്ട് അതേപോലെ 2 മാസത്തെ അവധി അതിനുള്ളിൽ മുതലും പരിശീലനം ചെയ്യണമെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാണ്. എൻ്റെ കുടുംബം വഴിയാധാരാവും. അവൻ ഭയങ്കര പ്രശ്നത്തിലാടാ. നീ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ നിന്റെ കൂടില്ലേ. പിന്നെ നമ്മുടെ ദുബായിക്കാരൻ വന്നിട്ടുണ്ടല്ലോ, അതുകൂടാതെ ഉണ്ടല്ലോ നമ്മുടെ കേരള സമാജം നിസാമാബാദിലെ പിൽപ്പ് സാറില്ലേ, പിൽപ്പ് സാറ് വിചാരിച്ച ഇവന്റെ ലോണിന്റെ കാര്യത്തിന് അപ്പത്തിന്റെ പരിഹാരം ഉണ്ടാവും, സംശയമില്ല. അത് ശരിയാ.
അത് നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഫിലിപ്പ് സാർ നമ്മളൊക്കെ വിചാരിച്ചാല് പിന്നെ വർഗീസ് സാറുണ്ട്, നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്യാൻ ഫിലിപ്പ് സാർ പുലിയാണ്. എന്തൊക്കെയാണ് നിന്റെ ഗൾഫ് ജീവിതത്തിലെ വിശേഷങ്ങൾ? ചേട്ടാ ഗൾഫുകാരുടെ കാര്യം എനിക്കറിയില്ലേ ചേട്ടാ. ഒരു വർഷം മുഴുവൻ അവിടെ കിടന്ന് ജോലി ചെയ്താൽ ഒരു മാസമാണ് എനിക്ക് ലീവ് കിട്ടുന്നത്. ആ കുടുംബത്തോട് താമസിച്ച ഒരു മാസം, ബാക്കിയൊക്കെ മരുഭൂമിയിൽ കഷ്ടപ്പാടുണ്ടായ കഷ്ടപ്പാട്. മരുഭൂമി വേണ്ടല്ലോ. AC റൂമിൽ കിടന്നു, AC കാറിൽ യാത്ര ചെയ്ത്, AC ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് പറയാണ് മരുഭൂമി. ഇവൻ ആര് ജീവിതത്തിൽ നജീബാവാൻ വേണ്ടി നോക്കുക. അവന് വർഷത്തില് ഒരു മാസമെങ്കിലും ലീവുണ്ട്. പക്ഷെ ഇവന്റെ കാര്യമില്ലേ വലിയ കഷ്ടമാണ്. അതെന്താണെന്നറിയോ? ഭാര്യയും മോളും കൂടെ വല്ലപ്പോഴും അവിടെ വീട്ടിൽ പോയി ആ ഓരോ ദിവസം അവനൊന്നും നീങ്ങാൻ പറ്റുന്നു. അതെന്താണ് കാര്യം എന്നറിയോ? ഇവനെ സമൂഹത്തില് ഒരു മാന്യനായതുകൊണ്ട് നമ്മളെ പോലെ ബാറി കയറി രണ്ടെണ്ണം അടിക്കാൻ പറ്റൂല. പിന്നെന്താന്നറിയോ? ഇവൻ ഭാര്യ പോകുമ്പോ നോക്കി നിന്നിട്ടുണ്ടല്ല, ചില സന്ദർഭങ്ങളിൽ, ചില അപൂർവ സന്ദർഭങ്ങളിലാണ് ഇവൻ അങ്ങടെ അടിച്ച് പൊള്ളിക്കും. അല്ലേടാ? അത്രേ ഉള്ളൂ. സന്ധ്യ നാളെ വരുന്നതാ പറഞ്ഞത്. പക്ഷെ മോൾക്ക് തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അവര് മിക്കവാറും ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു. അവരെ സത്യത്തില് വരെഴുതുന്നാണ് എന്റെ മനസ്സിൽ. നമ്മളിങ്ങനെ കൂടുമ്പോഴേക്കുള്ള ഒരു രസമൊക്കെ ഉള്ളൂ. ഒരു പാട്ട് പാടിക്കൂടെ എനിക്ക് ജോർജ്? പാട്ടാ? ഞാൻ പാടാം. ഞാനേ പാടും. പാടുന്ന പടം വേണ്ട. തീർച്ചയായും. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം, ഉള്ളിയകത്തു ചെന്ന സ്വർഗലോകമാണോ, സ്വർഗലോകമാണോ. മദ്യപാനമാണോ മനസ്സിനൊരാനന്ദം, ഉള്ളിയകത്തു ചെന്ന സ്വർഗലോകമാണോ, സ്വർഗലോകമാണോ. നല്ലൊരു പാട്ട്. എടാ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ കൂടുന്ന സമയത്തല്ലേ നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ പറ്റുന്നത്. അതല്ലടാ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനമുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാത്ത സമയത്തൊന്നും ഭാര്യമാര് സമ്മതിക്കൂലടാ നമ്മള് സമാധാനമായിട്ടിരിക്കാൻ. വീട്ടിൽ ഒരു മിനിറ്റ്. അവന്റെ സമാധാനം, അവന്റെ സമാധാനം പോയി. വീട്ടിൽ നിന്ന് വിളിച്ചാ പോയി. അതെയാ? ശരി, ഓക്കെ ഓക്കെ വരാം. എന്താടാ അവളുടെ ചേച്ചി ഭർത്താൻ വന്നിട്ടുണ്ട്. എന്നെ കാണാന്നതാ, പോയാ പറ്റും. അതെന്ത്? എന്നെ കാണാൻ ഗൾഫിൽ വന്നിട്ട് വന്നതാ. നിങ്ങൾ അടിക്കും. അപ്പൊ ഞങ്ങളോ? നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും കുറഞ്ഞ സാധനം എത്രത്തോളല്ലേ, തീർത്തിട്ട് നിങ്ങൾ പോയാൽ മതി. എനിക്ക് സന്തോഷമല്ല. അതെങ്ങനെ ശരിയാവും? അവന്റെ കാറിലല്ലേ ഞങ്ങൾ വന്നത്. അവന്റെ കൂടെ അല്ലാതെ ഞാനെങ്ങനെ പോകാനാണ്? എനിക്കാണെങ്കിൽ ഇല്ലടാ, എനിക്ക് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റൂല. അവന്റെ കൂടെ തന്നെ പോകണുള്ളതാ. അവന്റെ കരള് വണ്ടേ പോയതാ. നമുക്ക് പോവാം. നോക്കി പോണേ ജോർജെ. ആ വഴിക്ക് ഈ വഴിക്കാണോ? കാണാം. നമുക്ക് കാണാം. അത് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. നീ അടിക്കണ, നീ അടിക്ക്, നീ അടിക്കണ. നിന്നെ അടിപ്പിച്ചിട്ടുള്ള കാര്യം നീ അടിക്ക്. വെള്ളം വേണ്ട, നീ അടിക്ക്. കരള് പോയത്. അതെ, പോകുമ്പോ ഹൈവേ വഴി പോണ്ട, ഇടവഴി കയറി പോയിക്കോ. പോലീസ് ഇപ്പൊ ഇതിന് 4 തലേ. ഇത് പ്രസവിച്ച നോക്കി പോടാ. ഞാൻ നിന്നെ പിടിക്കണോ നീ എന്നെ പിടിക്കണോ?
മാലു മാലു അങ്ങളെ ആരിത്? നമ്മുടെ അമ്മോ? മാലു വേണ്ടി അങ്ങളെ? മാളും ഓളെ അമ്മയും കൂടിയിട്ട് അവരെ വീട്ടിൽ പോയിരിക്കണമോ? ഇന്ന് അങ്ങളെ ഈ പുസ്തകം മാലിന് കൊടുക്കണേ. ഓ, എന്നെ ഇറങ്ങിട്ടെ അങ്ങളെ. നിനക്കെന്താ എത്ര ധൃതി? വീട്ടിലൊന്ന് തനിച്ചുള്ളൂ അങ്ങളെ. നീ അവിടെ നിൽക്ക്. നീ നല്ലൊരു പാട്ടുകാരിയാണെന്നാണോ അങ്കിള് കേട്ടുള്ളത്? അയ്യോ അങ്ങളെ, ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല. ഇടയ്ക്ക് സ്കൂളിൽ വെച്ചൊക്കെ പാടും, അത്രേ ഉള്ളൂ. മതി. അങ്കിളിന് വേണ്ടിയിട്ട് നീ ഒരു 2 വരി പാട്ട് പഠിക്കേ. അങ്ങളെ, അങ്ങള് മദ്യപിക്കാറൊക്കെ ഉണ്ടോ? വല്ലപ്പോഴും മാത്രം. എന്നെ ഇറങ്ങട്ടെ അങ്ങളെ. നീ എനിക്ക് വേണ്ടിട്ട് ആ പാട്ട് പാടാതെ. ഞാൻ പോവാ അങ്ങളെ. അമ്മു പാട്ട് പാടിയിട്ടൊക്കെ പോയാ മതി. കൈ വീടങ്ങളെ. നീ അമ്മോ ഈ പാടാതെ പോകണ്ടേ? കരഞ്ഞിട്ട് ആളെ കിട്ടാൻ എന്റെ പാവല്ലേ. എന്താ ഇവിടെ സംഭവിച്ചേ? പറ ദേവേട്ട, എന്താ പറ്റിയത്? ദേവേട്ട, എന്താ ഇവിടെ സംഭവിച്ചേ? നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ? അതെ, അതവരാ കൂട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് സന്ധ്യ. ഒരു കൂട്ടുകാരൻ മോളുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്ത് പറഞ്ഞല്ലേ ദേവേട്ട നിങ്ങൾ ഇനി കുടിക്കില്ലെന്ന്. എന്നിട്ട് കൂട്ടുകാരൻ നിർബന്ധിച്ചു പോലും. എന്നിട്ട് എന്താ സംഭവിച്ചേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്ത്? ഞാൻ അമ്മൂന്റെ കൈ അറിയാതെ കയറി പിടിച്ചുപോയി. തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ സ്വന്തം മോളെ പോലെ കാണേണ്ട അപ്പോലെ നിങ്ങൾ. അയ്യോ അമ്മൂന് നാട്ടുകാരുടെ മുഖത്ത് ഞാൻ
നീ എന്നോട് ക്ഷമിക്കില്ലേ? നിങ്ങളൊരു മനുഷ്യനാണോ? ഇനി ഒരിക്കലും ഞാൻ എന്റെ മോൾ ഇവിടെ നിൽക്കില്ല. നാളെ എന്റെ മോൾക്ക് വരില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? മാളു വാ മാളു, നമുക്ക് പോവാം. വാ മാളു, വാ മാളു, ഇതൊരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കണ്ട. വാ മാളു, നിന്നോട് പറഞ്ഞവരെ അവന്റെ ഒരച്ഛൻ നിന്നോട് പറഞ്ഞവരെ വാ മാളു, വാ മാളു, വാ മാളു, നമുക്ക് പോവാം മാളു. ഇവിടെ നിൽക്കണ്ട. വാ നിങ്ങളിനി റെസ്റ്റ് എടുത്തോളൂ. ശരി. നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങളൊരു മൃഗമാണ്. അല്ലെങ്കിലും ഞാനൊരു മനുഷ്യനല്ലോ. ദുഃഖമാണ്, ദുഃഖം, ദുഃഖമാണ്.
എല്ലാമായിരുന്നു എന്റെ ഭാര്യയും മക്കളും എല്ലാവരും എന്നെ വിട്ടു പോയത്. അതൊക്കെ വെറും തോന്നലല്ലേ സഹദേവ. എല്ലാവരും തിരികെ വരും, സമാധാനമായി. എനിക്കാരുമില്ല ഡോക്ടർ, എനിക്കാരുമില്ല. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? ആരുമില്ല. സഹദേവൻ അറിയുമോ, സഹദേവന്റെ 3 കൂട്ടുകാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സഹദേവന്റെ കാര്യങ്ങളെല്ലാം ആരുമില്ലെന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല, മുടങ്ങാതെ ഭക്ഷണം മരുന്നും കൊണ്ടുവരുന്നവരല്ലേ. കൊള്ളാം. എന്നിട്ട് തന്നെ എങ്ങനെ പറയണേ, ആരുമില്ലായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ എടുക്കരുത്. ഇങ്ങനെ ടെൻഷൻ ആയിരിക്കും ഡോക്ടർ. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എന്റെ ജീവിതം തന്നെ അവരായിരുന്നു. ഇപ്പോ എനിക്കാരുമില്ല. വിഷമിക്കാതിരിക്കൂ, എല്ലാവരും വരും, എല്ലാവരും വരും. കൂട്ടുകാർ തന്നെ എത്ര പേരാണ് താങ്കളുള്ളത്. നോക്കൂ, ആരാ വരുന്നത്? ജോർജ് എവിടെയാണ്? സഹദേവ, നീ വിഷമിക്കാതിരിക്കും, എല്ലാം ശരിയാവും. അവർ സന്ധ്യയുടെ വീട് വരെ പോയിരിക്കുകയാണ്. സന്ധ്യയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. കൂട്ടുകാരായാൽ അങ്ങനെയാവും. ഇവരുടെ വെള്ളമടിക്കാൻ വേണ്ടി മാത്രം കൂടുന്നവരാകരുത്. ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കണം യഥാർത്ഥം. ഡോക്ടർ, ഇപ്പോൾ സഹദേവൻ എങ്ങനെയുണ്ട്? വലിയ മാറ്റങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ഉറക്കക്കുറവാണ്. അത് മാത്രമല്ല, ഭക്ഷണം തീരെ കഴിക്കുന്നില്ല. കുറെ മരുന്നൊക്കെ കഴിക്കാനുള്ളത്. ശരി ഡോക്ടർ. എങ്ങനെ ഞാൻ ഉറങ്ങാനാണടാ? എന്റെ ഭാര്യ എന്റെ ഒന്നും മനഃപൂർവ്വമല്ലടാ, എനിക്കറിയാതെ പറ്റിപ്പോയതാ. നീ വിഷമിക്കാതിരിക്കൂ, എല്ലാം ശരിയാവും. മുന്നോട്ടുള്ള ജീവിതം നിനക്ക് നന്മകൾ വരും. നോക്കൂ, ആരൊക്കെയാ വരുന്നത്? സന്ധ്യ എവിടെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭാര്യ മോളെ നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ശരിയാവുന്നത്. അറിയാതെ പറ്റിയൊരു തെറ്റാണ്. തെറ്റ് എല്ലാം മനസ്സിലാക്കുന്നത്, അത് മനസ്സിലാക്കി തിരുത്തുകയാണ്. ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. ഞാൻ ചെയ്യില്ല ഡോക്ടർ. സന്ധ്യ മോളെ നിങ്ങൾ വിശ്വസിക്കും. എല്ലാം ഓക്കെ ആണെങ്കിൽ എന്നെ തിരിച്ചു പോയിക്കോളൂ ഡോക്ടർ. അപ്പോഴേക്ക് ധൃതിയായില്ലേ? 2 ദിവസം കൂടി മെഡിക്കേഷൻ കഴിഞ്ഞിട്ട് സാവധാനം പോവാം. ഓക്കെ? സഹദേവ, നീ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് ആരുണ്ട്? ഞാൻ എന്തിന് ജീവിക്കണം? നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സന്തോഷമായില്ലേ? സന്തോഷമായില്ല ജോലി. നല്ലത് വരെ. സഹദേവ, സന്തോഷമായിട്ട്. അതെ, ഓക്കെ, നമ്മൾക്ക് പോവാം. എടാ, നമ്മൾ പോകോട്ടാ. ഓക്കെ ഡോക്ടറെ. സന്ധ്യ മോളെ, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അമ്മൂന്റെ വീട്ടിലൊന്ന് പോകണം. ആ കുട്ടിയോടും അമ്മയോടും മാപ്പ് പറയാതെ എനിക്ക് സമാധാനം ഉറപ്പം കിട്ടും തോന്നിയില്ല. അത് വളരെ നല്ല കാര്യം. മനുഷ്യരാണ് അങ്ങനെയാണ്. തെറ്റുകൾ തിരിച്ചറിയണം, അത് തിരുത്തണം. നന്നായിട്ട് ജീവിക്കണം. ഇതൊരു സന്തോഷ സെൽഫി ആവട്ടെ. താങ്ക് യു. ഈ നാടകത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായി MM ഇബ്രാഹിമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൻ്റെ ലഘൂകരണമാണ്. അങ്ങനെയാണ് ഒരു ലഘു നാടകം ആയി ഇത് മാറ്റിയത്. അവച്ചറായി ഇത് കലാകാരന്മാർ ഇതുപോലുള്ളൊരു വേദിയിൽ അവതരിക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ നാടകത്തെ കാണണം. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമല്ല, ഇതിലെ അഭിനേതാക്കളെല്ലാം വളരെ നന്നായിട്ട് ഈ നാടകത്തിൽ മാത്രമല്ല അവർ വരുന്ന വേദികളിലെല്ലാം വളരെ നന്നായി അഭിനയിക്കാറുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങൾ നൽകണം. ഹൈദരാബാദിൽ നിന്ന് ഇവിടെ എത്തി നിസാമാബാദിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇത് അവതരിപ്പിക്കാൻ അവസരം നൽകിയ നിങ്ങളെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാടക സബരിയ ഹൈദരാബാദ് നാടകശാല തുടരും. അണിയറയിൽ വേറെയും നാടകങ്ങൾ ഒരുങ്ങുന്നുണ്ട്.
ഞങ്ങളുടെ പദ്ധതി ഇതുപോലെയുള്ള വേദികളിൽ അവതരിപ്പിക്കാവുന്ന രീതിയിലുള്ള ലഘുനാടകങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ രചിച്ച് അവതരിപ്പിക്കണമെന്നുള്ളതാണ്. അതിനുള്ള വേദി ഭാവിയിൽ നിങ്ങളും ഒരുക്കിത്തരണം. നാടകശാലയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇവിടെയുള്ള ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഇതിന് ശേഷം ഒരു നാടകം അരങ്ങേറുന്നുണ്ടെന്നുണ്ട്, അതും കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 4:30 ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടും. അതിനു മുമ്പ് കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് കാണും. അപ്പോൾ നിസാമാബാദും ഹൈദരാബാദ് നാടകശാലയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. പ്രദീപ് അതിൻ്റെ ഏതാണ്ട് മുഴുവൻ സമയ പ്രവർത്തകനാണ്. നാടകശാലയുടെ ആചാര്യൻ കലാശ്രീ രാമകൃഷ്ണൻ സാർ എൻ്റെയൊക്കെ ജീവിതകാലത്തിൻ്റെ, എൻ്റെ മുടി ഇങ്ങനെ നരച്ചെങ്കിൽ എനിക്ക് അതിന് അധികം പ്രായമൊന്നുമില്ല കേട്ടോ. എൻ്റെ ജീവിതകാലത്തിൻ്റെ അത്രയും അനുഭവം അദ്ദേഹത്തിന് ഹൈദരാബാദിലുണ്ട്. താങ്ക് യു. ഒരാളെ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. దేవేంద్రన్ సార్, നമ്മളെ దేవేంద్రన్ ചേട്ടൻ. అందరికీ నమస్కారం. ఈరోజు మన కేరళ వాళ్ళది ఒక అసోసియేషన్ నిజామాబాద్లో ఉంది. దాని పేరు వచ్చేసి కేరళ అసోసియేషన్ నిజామాబాద్ అన్న పేరులో. దానికి ఎవ్రీ ఇయర్లో మన 2015లో 2015లో స్టార్ట్ అయిన ఆర్గనైజేషన్ ఇది. అయితే ఈరోజు ఓణం పండుగ వచ్చి యాక్చువల్లీ లాస్ట్ వీక్లోనే 15 తారీఖులో అయిపోయింది. కానీ మనం ఇక్కడ అఫీషియల్లీ మన అసోసియేషన్ తరఫు నుంచి ఈరోజు మనం జరుపుకోవడం జరిగింది. దీనికి ఆల్మోస్ట్ 40 కేరళ ఫ్యామిలీస్ నిజామాబాద్ డిస్ట్రిక్ట్లో ఉంటున్నారు. వాళ్ళందరూ కలిసి వచ్చి ఒక ఫ్యామిలీ లాగా మనకు ఇంకో వచ్చేసి హైదరాబాద్ నుంచి మనకు సిటిఆర్ఎంఏ చెప్పేసి ప్లస్ మలయాళీ మిషన్ చెప్పేసి 2 అసోసియేషన్ ఉంది. వాళ్ళు కూడా ఇక్కడికి వచ్చి మన అసోసియేషన్ తరపు నుంచి ఒక పెద్ద గ్రాండ్ ప్రోగ్రామ్ లాగా ఇక్కడ ఓణ పండుగ ఈరోజు జరుపుకోవడం జరిగింది. దీనిలో స్పెషాలిటీ ఏంటంటే కేరళ డ్రెస్సెస్, ట్రెడిషనల్ డ్రెస్ వేసుకోవడం, దాంతోపాటు కేరళ సంస్కృతికి సంబంధించిన ప్రోగ్రామ్స్, డాన్సెస్, అటువంటి నాటికలు కాకుండా కేరళ భోజనం స్పెషల్లీ ఒక దానికి ఏంటంటే అట్టాకులో తినడం, దానిలో స్పెషల్ 15-20 కూరలు తయారు చేసుకొని వెరైటీగా చాలా బ్రహ్మాండంగా సూపర్ టేస్ట్తో వాళ్ళందరూ తయారు చేయడం జరిగింది. అందరూ ఎంజాయ్ చేసుకొని దాంతోపాటు కల్చరల్ ప్రోగ్రామ్స్ కూడా హైదరాబాద్లో ఒక మంచి డ్రామా చేయడం జరిగింది. మన నిజామాబాద్ వాళ్ళది కూడా ఒక డ్రామా ఈరోజు మధ్యాహ్నం జరగబోతుంది. అలాగా వచ్చిన మీడియా పర్సన్స్కి అందరికీ ధన్యవాదాలు చెప్తున్నాను, ఎందుకంటే మంచి కవరేజ్ అవుతుంది. చాలా థ్యాంక్స్ వచ్చిన ప్రతి మీడియా K6 వారికి స్పెషల్లీ మేము థ్యాంక్స్ చెప్తున్నాము. సో అందరూ కూడా నెక్స్ట్ ఏదైనా కంపల్సరీ మనకు ఈ ఓణ పండుగ మిస్ అయిన ప్రతి ఒక్కరు కూడా ఎవ్రీ ఇయర్లో మేము జరుపుకుంటాం. ఎవ్రీ ఇయర్లో కూడా మీరు అందరూ వచ్చి ఈ పండుగలో పాల్గొనాలని చెప్పేసి మేము కోరుకున్నాం. థ్యాంక్ యూ K6 ఛానల్ ఫర్ గివింగ్ దిస్ ఆపర్చునిటీ ఫర్ మీ.